പൊതുവെ നമ്മുടെ ഈ കത്തി ഫൈറ്റ് ഡിഫൻസ് പല പല ആശാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര നമ്പറുകളൊക്കെ കാണിക്കുന്ന സാറ് ഇപ്പൊ നീ കുത്തുന്ന പോലെ ആക്ഷൻ കാണിച്ചിട്ട് സ്ലോ മോഷനിൽ വന്ന് അപ്പൊ ഒരുമാതിരിപ്പെട്ട വീഡിയോയിലെല്ലാം എന്ത് സംഭവിക്കുന്നു? ശിശം കുത്തുന്നു, 1 സെക്കൻഡ് അവിടെ വെക്കുന്നു. അപ്പോഴാണ് ആശാൻ ഈ പറഞ്ഞ പോലെ നമ്പറുകളൊക്കെ കാണിക്കുന്നത്. റിയാലിറ്റിയിൽ കുത്തുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നീ അതേപോലെ ജസ്റ്റ് ഒന്ന് തടയാൻ നോക്കിക്കേ, ഈസി. കാരണം എന്താ, ഞാനൊരു സെക്കൻഡ് നിനക്ക് വെച്ച് തരുന്നു. റിയാലിറ്റിയിൽ ഇങ്ങനെ തടയുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് സത്യം. ഇതെങ്ങനെ ബ്ലോക്ക് ചെയ്യും? മനസ്സിലായല്ലോ. ഇതൊരു ആംഗിൾ കുത്തുന്നത്. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ മേളിൽ താഴോട്ടാണ് പൊതുവെ വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ സ്ലോ മോഷനിൽ കാണിക്കുമ്പോൾ ബ്ലോക്ക് പോലെ ചെയ്തേ. അപ്പൊ നിനക്ക് ഇവിടുന്ന് വേറെ പല സാധനങ്ങളും ചെയ്യാം. കാരണം നിനക്ക് ബ്ലോക്ക് കിട്ടി. ഞാനിവിടെ ഒരു 1/2 സെക്കൻഡ് ആണെങ്കിലും കൈ വെക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഈ അടവുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. റിയാലിറ്റിയിൽ ഇപ്പൊ എനിക്ക് നിന്നെ കുത്തിക്കൊല്ലണം, ബ്ലോക്ക് ചെയ്തു, തിരിച്ചു വലിക്കും, പിന്നെയും കുത്തും. അപ്പൊ നൈഫ് ഡിഫൻസ് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഡേഞ്ചർ മേഖലയാണ്. പലരും വിചാരിക്കുന്നത് ഈ ക്ലാസ്സിൽ നടക്കുന്ന പോലെ റിയാലിറ്റിയിൽ നടക്കും. ഇപ്പൊ ഈവൻ ക്രാവ് മാഗ ഞാൻ പറഞ്ഞു, നൈഫ് ഡിഫൻസ് ഭയങ്കര സംഭവങ്ങളുണ്ട്. കുറച്ചാൾ മുമ്പ് ഒരു വാർത്ത ഉണ്ട്, 2 ഇസ്രായേല് IDF സോൾജേഴ്സിനെ 2 ഹമാസ് തീവ്രവാദികൾ വെട്ടിക്കൊന്നു. അപ്പൊ ഇതൊന്നും നടന്നില്ലേ? മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഡെമോൺസ്ട്രേഷൻ വേറെ, റിയാലിറ്റി വേറെ. രണ്ടാമത്തെ കാര്യം, നൈഫ് കൊണ്ട് വരുന്ന അറ്റാക്ക് 2 രീതിയിലാണ്. ഒന്ന് സ്റ്റാബ് എന്ന് പറയുമ്പോൾ എവിടെ അകത്തേക്ക് കയറി കുടല് കയറും, ജീവൻ അപകടമുണ്ട്. ഇതും സ്റ്റാബാണ്. അതേപോലെ തന്നെ സ്ലാഷ് എന്ന് പറഞ്ഞാൽ കട്ടിങ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നീ കട്ടിങ് തടയാൻ നോക്കിക്കേ, മനസ്സിലായി? വെറുതെ ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ നീ കൈ പിടിച്ചു, അപ്പൊ ഇത് ഡിഫെൻഡ് ചെയ്യാനെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ 2 രീതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ഈ ഡിഫൻസിന് ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പൊ കുത്തുന്ന പോലെ വന്ന് സ്റ്റാബ് ഒന്ന് ഇതിന്റെ റേഞ്ചിന്റെ പുറത്തേക്ക് എത്തണം, മനസ്സിലായല്ലോ. പക്ഷെ പുറത്തേക്ക് എത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ നിൽക്കില്ല, നീ പിന്നെയും കയറി വരിക, അപ്പൊ കുത്ത് കിട്ടും. അല്ലെങ്കിൽ ഈ ഹാൻഡ് എനിക്ക് ബ്ലോക്ക് ചെയ്യണം. നൈഫ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മുറിയും. നമ്മൾ വടിയോ കമ്പിയോ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ വേദന എടുക്കത്തുള്ളൂ. പക്ഷെ ഇതാണെങ്കിൽ ഇപ്പം നീ ഇങ്ങനെ വെട്ടാൻ വരുന്നു, കയറി കറക്റ്റായിട്ട് ഇവിടെ ആണ് കട്ട് ചെയ്യുന്നെങ്കിൽ ഞരമ്പ് മുറിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യാൻ പോയി, മിസ്സായി, കഴുത്ത് ഇവിടുത്തെ ആർട്ടറി മുറിഞ്ഞു. അല്ലെങ്കിൽ തടയാൻ നോക്കി, ഇപ്പൊ ഞാൻ തടഞ്ഞു, നീ കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്ത് കത്തി കയറി. ഇപ്പം എവിടെ കുടലിലോട്ടാണ് കയറുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഹാർട്ടിലോട്ടാണ് കയറുന്നത്, ഫിനിഷ്. അപ്പൊ ഇത് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈഫ് ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മാക്സിമം നമ്മൾ ഹാൻഡാണ് തടയാൻ നോക്കാൻ പറ്റുന്നത്. ഇപ്പൊ നോർമലി സ്റ്റാൻഡ് ചെയ്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പൊ നീ നിന്ന് തരുന്നു, അത് വേറെ കാര്യം. പക്ഷെ റിയാലിറ്റിയിൽ നീ ഈ കൈ തിരിച്ചു വലിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഒരു ആക്ഷൻ കാണിച്ച ബ്ലോക്ക് ചെയ്ത് ഞാൻ ഈ കൈ മാക്സിമം ലോക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ കൈ വലിക്കാതിരിക്കുക. ഇപ്പൊ നിന്റെ നിനക്ക് ചിലപ്പോൾ അടിയിൽ നിന്ന് ഇടിക്കാതിരിക്കും, പക്ഷെ ഈ കൈ കൊണ്ട് നിനക്ക് കുത്താനുള്ള സാഹചര്യം കുറവാണ്. മനസ്സിലായി? ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മുട്ട, എൽബോയോ എന്തെങ്കിലും വെക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതൊന്നും ഗ്യാരണ്ടി സാധനമല്ല. ഇപ്പൊ എനിക്ക് 100% ഉറപ്പാണ് നീ എന്റെ ശിഷ്യനാണ്, കുത്താൻ വരുമില്ലാതെ. നിനക്കൊരു ഇതുണ്ടോ, ആശാനല്ലേ, നമ്മളൊരു പരിധിക്കുള്ളിൽ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പരിധി വരെ നടക്കുന്നത്. റിയാലിറ്റിയിൽ അത്ര എളുപ്പമല്ല. സെയിം തിങ്, മേളിൽ നിന്ന് കുത്തുന്നു. നമ്മൾ ആദ്യം ആ കൈ ഒന്ന് തടയാം, കത്തിയല്ല തടയുന്നത്. കൈ തടഞ്ഞിട്ട് നമ്മൾ മാക്സിമം കത്തി നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൂരോട്ട് മാറ്റാനാണ് നോക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് ഈ പറഞ്ഞ കത്തി തട്ടി മാറ്റുക എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ നടക്കത്തുള്ളൂ. ഇവിടുന്ന് നമുക്ക് അടിക്കുക, മാക്സിമം സ്ട്രൈക്ക് ചെയ്തിട്ട് താഴെ ഇടാനേ പറ്റൂ. അപ്പം പലരും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നൈഫ് കൊണ്ട് വരുമ്പം നൈഫ് ഡിഫെൻസ് ആണ് പറയുന്നത്. ആരും ഒഫൻസ് ചിന്തിക്കുന്നില്ല. അറ്റാക്ക് ദി അറ്റാക്കർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് വരുന്ന ഒരാൾ നമ്മൾ ഡിഫെൻസ് മാത്രം ചെയ്ത് നിൽക്കുന്നതിന് പകരം ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അറ്റാക്ക് ചെയ്യുക. പിന്നെ ആരും പറയാത്തൊരു വലിയ സത്യമുണ്ട്, നൈഫ് എതിരാളികളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു കുത്തെങ്കിലും കൊള്ളും, അല്ലെങ്കിൽ ഒരു വെട്ടെങ്കിലും കൊല്ലും, ഗ്യാരണ്ടീഡ്. ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു SI ഒരുത്തം വടിവാളും കൊണ്ടുവന്നപ്പം ബ്ലോക്ക് ചെയ്ത് താഴെ ഇട്ട്. അതായത് വടിവാള് പിന്നെയും ഡീസന്റാ, കാരണം ഒന്നുമില്ലെങ്കിലും വീശാനൊരു മിനിമം നീളം വേണം. പക്ഷെ പുള്ളിക്ക് ഒരു കൈക്കൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റാണ്, പലരും പറയാത്തതാണ്. അപ്പം ഇതൊക്കെ കത്തി കണ്ടാൽ മാത്രമേ നടക്കൂ. റിയൽ ക്രിമിനൽ നിന്നെ തീർക്കണം,
ഫിനിഷ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡിൽ വരുന്നവൻ എന്ത് ചെയ്യും, അതൊന്നും കാണുക, അവൻ്റെ നീ കത്തി കാണൂല. അവന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ഒരു കുത്തു കുത്തുന്നത്. അപ്പൊ ഒരു കുത്തു കൊണ്ടായതാണ് നിനക്ക് അറിയാവുന്നത് അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആണെങ്കിൽ നൈഫ് ഹൈഡ് ചെയ്തിട്ട് ഓർക്കാപ്പുറത്തായിരിക്കും വന്ന് വീശുന്നത്. കത്തി ഇങ്ങനെ കാണിച്ചു വരുന്നതിനെതിരെ നമുക്ക് ശ്രമിക്കാം. പിന്നെ പണ്ട് ഇതുപോലെ സെക്കൻഡ് വേൾഡ് വാർ ഒരു വലിയൊരു ആശാൻ പറഞ്ഞൊരു സാധനമാണ്, ഒരു കത്തി കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു സ്റ്റൂളോ ചെയറോ എന്തെങ്കിലും കയ്യിലിറങ്ങി ഒരു ബാഗാ പിടിച്ച് നിൽക്കുക, എന്നിട്ട് കത്തി ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത് വരുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുക. അല്ല, ഒരു മിലിറ്ററിക്കാരൻ സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു മിലിറ്ററിക്കാരൻ പറയാം. ഇതാണ് പ്രാക്ടിക്കലി നടക്കുന്നതും നടക്കാത്ത കാര്യം.